ഹായ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് മൈ PCOS ജേണിയാണ്. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. സോ കുറേ ലേറ്റായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇപ്പോൾ 1 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. അതാണ് ഈ PCOS ജേണിയിലെ പോസിറ്റീവ് റിസൾട്ട്. ആദ്യം സ്റ്റാർട്ടിങ് തൊട്ട് പറയണം. അത് ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറയാം. കാരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ലാഗാണെന്ന്. ഞാൻ കുറച്ച് ഓർത്തോർത്ത് പറയുന്നത് കൊണ്ടാണ് ലാഗ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, സ്പീഡ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കുഞ്ഞിനെ പറ്റി ആലോചിച്ചത്. അപ്പോൾ കോവിഡിൻ്റെ സമയമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ പേടിയായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഡിലേ ആയി. 1 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞ് വേണമെന്ന് ചിന്തിച്ച സമയത്താണ് കോവിഡ്. സോ കോവിഡിൻ്റെ കാരണത്താൽ കുറച്ചുകൂടെ നീട്ടി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുറച്ച് ഓക്കെ നോക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ആദ്യം പീരിയഡ്സ് ഒന്നും കറക്റ്റ് അല്ലായിരുന്നു. പീരിയഡ്സ് എനിക്ക് മാരേജിന് മുമ്പേ തന്നെ കറക്റ്റ് അല്ല. സോ PCOS ഉണ്ടെന്ന് എനിക്കറിയാം. സോ പീരിയഡ്സ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ പോസിറ്റീവ് ആയ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് റിസൾട്ട് സംഭവിച്ചതെന്ന് ഞാൻ ഇതിൽ പറയും. എൻ്റെ ഇത് പ്രഗ്നൻസി 3 കാര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു എന്നാണ്. ഒന്ന്, പ്രെയർ ഉണ്ട്, ചുറ്റും പ്രേയേഴ്സാണ്, ദൈവത്തിനെ വിളിച്ചിട്ടുണ്ട് ധാരാളം. പിന്നെ രണ്ടാമത് മെഡിസിൻ, ഇത് തന്നെയാണ് മെഡിക്കലി ഉള്ള കാരണത്താൽ. മൂന്നാമത് എൻ്റെ ഹാർഡ് വർക്കും കൊണ്ട് ആണ്. കാരണം കുറച്ച് വെയ്റ്റ് ലോസും എല്ലാം ചെയ്താണ് ഞാൻ ഇതിൽ വന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ മെഡിക്കലി ഉള്ള കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഏതൊക്കെ തരം എക്സസൈസൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അത് ഏത് സൈറ്റല്ല ഏത് യൂട്യൂബ് ഇതാണെന്ന് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടറിന് ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടർ തന്നെയായിരുന്നു. അപ്പോൾ ആ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത സമയത്ത് കുറച്ച് പീരിയഡ്സ് കറക്റ്റ് ആക്കിയപ്പോഴേ എനിക്ക് റിസൾട്ട് കിട്ടി. റിസൾട്ട് പോസിറ്റീവായിട്ട് കണ്ടു. പക്ഷേ ചെറിയ രീതിയിൽ HCG ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ചെറിയ രീതിയിലായി. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അബോർട്ട് ആവുകയും ചെയ്തു. അത് ഭയങ്കര ഒരു അബോഷനായിട്ടല്ല, സാധാരണ നോർമൽ പെട്ടെന്ന് ഒരു പീരിയഡ്സ് വന്ന ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് കണ്ടതുകൊണ്ട് നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം പ്രഗ്നൻ്റ് ആകാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തെങ്കിലും പിന്നീട് അതൊരു ഇത് ആവാത്തതുകൊണ്ട് അടുത്ത് വേറൊരു ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്തത്. വേറെ ഡോക്ടറെ PRSലാണ് കൺസൾട്ട് ചെയ്തത്. എൻ്റെ വീട് ട്രിവാൻഡ്രം ആണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് PRS ഹോസ്പിറ്റലിലാണ് ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അങ്ങനെ അവിടെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. പീരിയഡ്സ് കറക്റ്റ് ആക്കും, വേറെ മെഡിസിൻസ് ഒന്നുമില്ല, പീരിയഡ്സ് കറക്റ്റ് ആക്കും. അത് കഴിഞ്ഞിട്ട് ഓവുലേഷൻ ടാബ്ലറ്റൊക്കെ ഞാൻ ഒരു പ്രാവശ്യമൊക്കെ അപ്പോഴും കഴിച്ചിട്ടുള്ളൂ. അങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ അത് വർഷം ഇതായി പോയി. പിന്നെ എനിക്ക് വിറ്റിലിഗോ ഉണ്ടെന്ന് മിക്കവർക്കും അറിയാമല്ലോ. വിറ്റിലിഗോ അതിന് വേണ്ടിയിട്ട് ഹോമിയോയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹോമിയോയിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഹോമിയോ മെഡിസിൻ എടുക്കുമ്പോൾ ടോട്ടൽ ഹെൽത്തിൻ്റെ മെഡിസിനാണ് അവർ തരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ചേർത്താണ് മെഡിസിൻ തരുന്നത്. അപ്പോൾ വിറ്റിലിഗോയ്ക്കും അപ്പോൾ PCOSനും കൂടെ ചേർത്ത് അവർ മെഡിസിൻ തന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ അലോപ്പതിയിലും ഞാൻ കൺസൾട്ട് ചെയ്തിരുന്നു. സോ കുറച്ചിതായപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണമെന്ന്. കാരണം അലോപ്പതിയും ഹോമിയോ മെഡിസിനും കൂടെ ഒരു സിസ്റ്റത്തിലോട്ടാണല്ലോ പോകുന്നത്. അത് നല്ലതായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് അലോപ്പതി ആയതുകൊണ്ട്, ഇത് നമുക്ക് ആവശ്യം കൂടുതലായതുകൊണ്ടും ഹോമിയോയിലുള്ള മെഡിസിനാണ് സ്റ്റോപ്പ് ചെയ്തത് PCOSനുള്ളത്. ബാക്കി മെഡിസിൻ ഹോമിയോ കണ്ടിന്യൂ ചെയ്തു. സോ അലോപ്പതിയിൽ മാത്രമായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. കുറച്ച് ഇതായിട്ട് പോയെങ്കിലും നമുക്ക് തൃപ്തി കിട്ടിയില്ല. ആ ഒരു റിസൾട്ട് പിന്നീട് കണ്ടില്ല. അങ്ങനെ 1 വർഷമൊക്കെ അങ്ങനെയൊക്കെ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി വന്നിട്ട് ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെയാണ് നിൽക്കാറ്. സോ ട്രീറ്റ്മെൻറ്റ് ഇവിടെ നാട്ടിലും നമ്മൾ ബാംഗ്ലൂരുമായിട്ട് നിൽക്കുമ്പോൾ അത് ശരിയാവില്ല. അതുകൊണ്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങനെ വേറെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടറും പറഞ്ഞതാണ് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വേണം നോക്കാനായിട്ട്. കാരണം ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നോക്കുന്ന
പോകുന്ന പരിപാടിക്കൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലും വരുമ്പോൾ മെഡിസിൻ എടുക്കാം, അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം, അടുത്ത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് ആ റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരോട്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് അവിടുത്തെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ, ഇത് മെഡിക്കലിയാണ്. അല്ലാതെ ഞാൻ ഈ PCOS ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കണം ഒരു സമയത്ത് 54-5 ഒക്കെ ആയിരുന്നു എൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് വെയിറ്റായിട്ട് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് 62 പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ട്. ആ വെയിറ്റ് ലോസ് ജേണിയൊക്കെ ഞാൻ താഴത്തെ ആദ്യം ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ജേണി. സോ അത് ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സമയമാണ് അത്, ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത്. സോ വെയിറ്റ് ലോസ് ചെയ്യേണ്ടത് ഇതിന് ഏറ്റവും ആവശ്യമാണെന്ന് എനിക്കറിയാം, എങ്കിലേ കൺസീവ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കുള്ളൂ. സോ ഞാൻ ഒരു പടി ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ഷുഗർ കൂടുതൽ ഇൻടേക്ക് ചെയ്യാതെയും അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരോട്ട് പോയതിന് ശേഷം അവിടെ Cloud9 എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെയാണ് കൺസൾട്ട് ചെയ്തത്. സോ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത ആ സമയത്ത് ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഗ്യാപ്പിൽ ഞാൻ ഒരു മെഡിസിനും എടുത്തിട്ടില്ലായിരുന്നു. ഇവിടെ PRSൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തു. ബാംഗ്ലൂരിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതിന് മുൻപായിട്ടുള്ളൊരു സമയം. അപ്പോൾ ഞാൻ മെഡിസിനൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ഞാൻ കൺസീവായി. സോ അത് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. മെഡിസിൻ എടുത്ത സമയത്ത് കൺസീവ് ആയില്ല, തനിയെ. അപ്പോഴും നമുക്ക് എപ്പോഴാണോ സമയം ആ സമയത്ത് എല്ലാം നടക്കും എന്നൊരു ചിന്ത വന്ന സമയമാണ്. അപ്പോൾ കൺസീവ് ആയതുകൊണ്ട് ആണ് അവിടെ ഒരു ആ ഡോക്ടറിനാണ് അങ്ങനെ കാണാൻ പോയത്. അപ്പോൾ മെഡിസിനൊന്നും സ്റ്റാർട്ട് തന്നില്ല. അത് HCG ലെവൽ റൈസ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ അബോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചെറിയൊരു രീതിയിലേ പറഞ്ഞുള്ളൂ. കാരണം എനിക്ക് ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പീരീഡ്സ് ആവാൻ ചാൻസ് ഉള്ളത് പോലത്തെ രീതിയിലായിരുന്നു. പക്ഷേ ഭയങ്കര ഒരു ആകാംക്ഷ നിറഞ്ഞ സമയമായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ന്യൂസ് ഭയങ്കര സ്പ്രെഡായി. അപ്പോഴും എല്ലാവരും കോൾ ചെയ്തും കൺഗ്രാറ്റ്സ് ചെയ്തും അങ്ങനെയൊക്കെ ഇരുന്ന സമയമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 3 days കഴിഞ്ഞപ്പോൾ എനിക്ക് പീരീഡ്സ് ആയി. അത് ഭയങ്കരമായിട്ടുള്ള ഒരു അബോർഷൻ പോലത്തെ രീതിയിലായിരുന്നു. ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് ഇതായിട്ട് പോയി, ഞാൻ കുഴഞ്ഞ് വീണ് ആ ഒരു രീതിയൊക്കെ ആയിരുന്നു. സോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്ത് മെഡിസിൻ തന്ന് ഒരു ഡെലിവറി കഴിയുമ്പോഴുള്ള നമ്മുടെ ഒരു ശുശ്രൂഷ ഒരു 3 months കഴിഞ്ഞിട്ടേ നമുക്കിനി അടുത്ത് നോക്കിയാൽ നല്ലതായിരിക്കുള്ളൂ എന്ന് ആ ഒരു രീതിയിലായിരുന്നു. കാരണം കുറച്ചൊരു HCG ലെവൽ ഉണ്ടായിരുന്നു, എന്നാലും അബോർട്ടായി. അത് എന്തുകൊണ്ടാണെന്ന് ഒരു റീസൺ നമുക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഈ ഡോക്ടറിനെയാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ നാട്ടിൽ വന്നു. കുറച്ചൊരു 3-4 months ശേഷം തിരിച്ച് ബാംഗ്ലൂരിൽ പോയതിന് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അയൺ കാൽഷ്യം പോലത്തെ ടാബ്ലറ്റ്സ് എല്ലാം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ കാരിയോടൈപ്പിംഗ് ടൈപ്പ് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത് കുറച്ച് ടെസ്റ്റൊക്കെ എടുത്തു. കാരണം എന്തുകൊണ്ടാണെന്നുള്ള റീസൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പോയി. ഫസ്റ്റ് അവർ തരുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഓവുലേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓവുലേഷൻ നടക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എല്ലാ ഐഡിയ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ പീരീഡ്സ് ആയിട്ട് ഒരു 13th 14th ഡേ കറക്റ്റ് സൈക്കിൾ ആണെങ്കിൽ 13th 14th ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ 14th മുൻപായിട്ട് ഒരു 2 days തൊട്ട് നമ്മൾ ഈ ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്യും. ആ ഫോളിക്കുലർ സ്റ്റഡി എന്ന് വെച്ചാൽ ജസ്റ്റ് സ്കാൻ ചെയ്യണതാണ്. ആ സ്കാൻ ചെയ്യുമ്പോൾ എത്ര ഫോളിക്കിൾസ് ആയിട്ടുണ്ട്, ആ ഫോളിക്കിൾസ് റപ്ചർ ആകുമ്പോൾ അത് സൈസ് വലുതായിട്ട് ഇങ്ങനെ പൊട്ടുമ്പോൾ അതിൽ നിന്നും വരുന്ന എഗ്ഗാണ് പുറത്ത് പോയിട്ട് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നതും അങ്ങനെയാണ് കൺസീവ് ആകുന്ന ആ രീതി. അപ്പോൾ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുന്ന പ്രൊസീജിയറൊക്കെയാണ് ഉള്ളത്. അപ്പം അങ്ങനെ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യും, ഓവുലേഷൻ കറക്റ്റ് ചെയ്യും, ഓവുലേഷൻ ടാബ്ലറ്റ് തരും.
ഓവുലേഷൻ ടാബ്ലറ്റ് ഒരു 5 ഡേയ്സിന് കാണും. ടാബ്ലറ്റ് കഴിച്ചിട്ട് ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്കാനാണ്, അത് നമ്മൾ മരുന്നൊന്നും എടുക്കുന്നതല്ല. ഫോളിക്കുലർ സ്റ്റഡി ചെയ്യും. ഫോളിക്കുലർ സ്റ്റഡി ചെയ്തിട്ട് ഫോളിക്കിൾസ് വന്നിട്ടുണ്ട്, അപ്പോൾ സൈസ് ആകുന്നുണ്ടെങ്കിൽ സക്സസ് ആകാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോഴത് റപ്ചർ ആകുന്ന സമയത്ത് നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ കൺസീവ് ആകാനായിട്ട് ചാൻസസ് കൂടുതൽ. അപ്പോൾ അങ്ങനെ ഓവുലേഷൻ ഫസ്റ്റ് ടൈം കറക്റ്റ് ചെയ്തു. ആ സമയത്ത് ഒന്നും സംഭവിച്ചില്ല. സെക്കൻഡ് ടൈം കറക്റ്റ് ചെയ്തു. തേർഡ് ടൈമാണ് ഈ ഓവുലേഷൻ കറക്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടിയത്. അപ്പോൾ ഈ സമയത്ത് ഒള്ളി ട്രീറ്റ്മെൻറ്റ് ആയിരുന്നില്ല, ഇതിൻ്റെ കൂടെ എൻ്റെ നല്ല ഒരു പങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ യോഗ ടൈപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതാണെന്ന് ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. ഹിന്ദി ഒരു യൂട്യൂബ് ചാനലാണ്, ഒരു യോഗ ഗുരു. അതിൽ ഏത് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഓവുലേഷൻ സക്സസ് ആയിട്ട് നടക്കുന്നത് ഉള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഒരു 1 to 3 വീഡിയോസ് ഉണ്ട്, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. കൺസീവ് ചെയ്യാൻ കൺസീവ് ആവാൻ എങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനത്തെ ആ രീതിയിലുള്ള വീഡിയോസാണ്. അപ്പോൾ അത് കുറച്ച് ദേഹളകാനുള്ള പരിപാടികളാണ്. അപ്പം അങ്ങനത്തെ വീഡിയോസ് ഡെയിലി ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഡയറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റ് കൂടുതൽ കാർബ്സ് ഒന്നും കഴിക്കാതെ ഓട്സ് ടൈപ്പൊക്കെ കഴിക്കാറുണ്ട്. വലിയ താല്പര്യമൊന്നുമില്ല, കുറച്ച് ഫുഡി ടൈപ്പാണ് ഞാൻ. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് മെനക്കെട്ട് ഇറങ്ങി എന്ന് പറയാം. അപ്പം അങ്ങനെ ഫുഡിലൊക്കെ നോക്കി. പിന്നെ ചായയൊന്നും കൂടുതൽ കുടിക്കാറില്ല. പക്ഷേ ടേസ്റ്റി ആയിട്ട് ഇടയ്ക്ക് ബിരിയാണിയും അതൊക്കെ വീക്ക്ലിയൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെയൊക്കെ കഴിക്കും, ഭയങ്കരമായിട്ട് നോക്കാറില്ല. പക്ഷേ എനിക്ക് ചായയൊക്കെ ഒഴിവാക്കാൻ പറ്റും. സോ അതൊക്കെ ഒഴിവാക്കാറുണ്ടെന്നേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ വാരി വലിച്ച് കഴിക്കാറുമുണ്ട്. ചെറിയ പീസ് കേക്കൊക്കെ വേണമെങ്കിൽ ഞാൻ കഴിക്കുകയും ചെയ്യും. പക്ഷേ കുറച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്തങ്ങ് പോയെന്ന് പറയാം. വെയിറ്റ് ഒന്ന് കൂടുതൽ ആകാതെ ശ്രദ്ധിച്ചു. ഒരു 57, അതും എനിക്ക് കൂടുതലാണ് 57 എന്ന് പറയുന്നത്. പക്ഷേ 57, 56, 57 റേഞ്ചൊക്കെ ആയിരുന്നു ഞാൻ കൺസീവ് ആകുന്ന സമയത്ത്. സോ അങ്ങനെ തേർഡ് ടൈം ഓവുലേഷൻ കറക്റ്റ് ചെയ്തപ്പോഴാണ് സക്സസ് ആയത്. അതും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് സക്സസ് ആയിട്ട് ഞാൻ ഇയർലി പ്രഗ്നൻസിയിലെല്ലാം വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അതിവിടെ കാണിക്കാം. അപ്പോൾ അങ്ങനെയാണ് സക്സസ് ആയത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ആ എക്സസൈസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ മെഡിസിൻ എന്ന് പറയാൻ ഓരോരുത്തരുടെ ഇതാണ്, ശരീരത്തിന് എന്താണ് ഇത് മെയിനായിട്ട് ഇവർ ഓവുലേഷൻ കറക്റ്റ് ചെയ്യണതും അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇതിലൊന്നും സക്സസ് ആയില്ലെങ്കിലാണ് IVF-ഉം ആ ഒരു പ്രൊസീജിയറിലോട്ടൊക്കെ പോണത്. ദൈവം സഹായിച്ചിട്ടെന്ന് പറയാം. ആ ഒരു രീതിയിലോട്ട് അതൊക്കെ ചെയ്യേണ്ടി വന്നില്ല. അത് ചെയ്ത് സക്സസ് ആവുന്നവരും ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്തിട്ട് ട്വിൻസും ഒക്കെ കൂടുതൽ കുട്ടികളൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഇതാണ് എൻ്റെ PCOS പ്രഗ്നൻസി ജേണി. 14 മിനിറ്റ്. ഞാൻ ഈ 14 മിനിറ്റും അറിയാമല്ലോ നല്ല സ്പീഡിലാണ് പറഞ്ഞത്. ലാഗ് ആയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വേറെ ഇതിൽ പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു തരാനായിട്ടില്ല. ഡയറ്റൊന്നും ഞാൻ ഫോളോ ചെയ്തെന്ന് പറഞ്ഞാൽ പ്രോട്ടീനായിട്ടുള്ള മുട്ടയും അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. നട്ട്സൊക്കെ കഴിക്കാറുണ്ട്. റെഗുലറായിട്ട് നട്ട്സ് കഴിക്കും. പിന്നെ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുമായിരുന്നു. ഇഷ്ടമൊന്നുമില്ല, കഷ്ടപ്പെട്ട് കുടിക്കുന്ന പരിപാടിയാണ് ഗ്രീൻ ടീ ഒക്കെ. ഇപ്പോഴും ചിലപ്പോൾ കുടിക്കാറുണ്ട്. പിന്നെ വേറെ എന്താണ്, എക്സസൈസ് അത്യാവശ്യം കുറച്ച് ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പറ്റാത്ത പണിയൊന്നും കൂടുതൽ ചെയ്യാൻ പോരില്ല. കാരണം ബ്രീത്തിങ് എനിക്ക് പ്രോബ്ലം വരും. അതുകൊണ്ട് കാർഡിയോ ടൈപ്പ് കൂടുതൽ ചെയ്യാതെ ഇങ്ങനത്തെ യോഗ ടൈപ്പൊക്കെ ചെയ്യാനാണ് എനിക്കിപ്പോൾ താല്പര്യം കൂടുതൽ. സോ അങ്ങനത്തെ എക്സസൈസൊക്കെയാണ് ചെയ്യാറ്. സോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്ന വീഡിയോ തന്നെ വേണമെന്നില്ല, പക്ഷെ അതുപോലത്തെ വീഡിയോസ് ഉണ്ടാകും. അതൊക്കെ ചെയ്യുന്ന ബട്ടർഫ്ലൈ, പിന്നെ ആട്ടുകലൊക്കെ ഞാൻ അരയ്ക്കില്ലേ, ആ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മളൊന്നും അരയ്ക്കാത്തതുകൊണ്ട് എക്സസൈസായിട്ട് ചെയ്യേണ്ടി വരുന്നു. പിന്നെ അങ്ങനത്തെ എക്സസൈസൊക്കെയാണ്. പിന്നെ മെഡിസിൻ നല്ലൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവർ നമുക്ക് ഇതാകുന്ന ട്രീറ്റ്മെൻറ്റ് ബെസ്റ്റ് ആവുന്ന ഏത് ഡോക്ടറിനെ നമ്മൾ കാണും, അതൊക്കെ ഒരു ലക്കാണ്. നമുക്ക് നമ്മുടെ ബോഡിക്ക് കറക്റ്റായിട്ടുള്ള മെഡിസിൻ തരുന്ന ഒരു ഡോക്ടറിനെ കിട്ടുന്നത് അതൊരു ഭാഗ്യമാണ്. നമുക്കറിയില്ലല്ലോ ആര് ചെയ്യുമ്പോൾ. ചിലപ്പോൾ എല്ലാവരും ഒരേപോലെ ട്രീറ്റ്മെൻറ്റ് തന്നെയായിരിക്കും നമുക്ക് തരുന്നത്, പക്ഷേ ഒരാളിൽ നിന്നായിരിക്കും നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് വിദ്യ ഗായത്രി
ക്ലൗഡ് ലൈനിൽ വിദ്യ ഗായത്രി ഡോക്ടറാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. സോ ഒരു ദിവസം ഞാൻ അതിനുശേഷം ബാംഗ്ലൂർ പോയില്ല. ബാംഗ്ലൂർ പോകുമ്പോൾ കുഞ്ഞുമായിട്ട് എനിക്ക് ആ ഡോക്ടറിനെ പോയി കാണണം. അതെനിക്ക് ഭയങ്കര ഒരു താങ്ക്സ് പറയണമെന്നുണ്ട്, നേരിട്ട് കണ്ട് താങ്ക്സ് പറയണമെന്നുണ്ട്. സോ ഹോസ്പിറ്റൽ എനിക്ക് ഒരു റിസൾട്ട് തന്ന ഒരു ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വിശ്വാസമുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ബൈ.